യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഒരു വ്യക്തി കേൾക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ആ വ്യക്തിക്ക് വിശ്വാസമെന്ന് പറയുന്ന വരമുണ്ടാകുന്നത്. ഒരു വ്യക്തിക്ക് വിശ്വാസമെന്ന് പറയുന്ന ദൈവിക വരമുണ്ടാകണമെങ്കിൽ ആ വ്യക്തി യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കാനിടയായിത്തീരണം. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഇതാ യേശു അയച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. മർക്കോസ് 16:15-18 നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. അങ്ങനെയെങ്കിൽ ദൈവരാജ്യ സംസ്ഥാപനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് സഭയെങ്കിൽ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം സുവിശേഷ ശുശ്രൂഷയാണെന്ന സത്യം പ്രിയമുള്ളവരെ ദൈവമക്കൾ മനസ്സിലാക്കണം. സത്യത്തിൽ 2.5 മണിക്കൂർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്യില്ല, കണ്ണ് പറിക്കാതെ അനങ്ങാതിരിക്കും. വളരെ ചുരുക്കം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സുവിശേഷം കേൾക്കുമ്പോൾ അവർക്ക് പ്രത്യേക മനസ്സമാധാനം ഉണ്ടാകുന്നതുകൊണ്ട് അവർ 4:30 ആകാതെ ഉണരത്തേ ഇല്ല. അത് നിങ്ങൾ വിചാരിക്കരുത് മോശമാണെന്ന്. അവർക്ക് പ്രത്യേക ദൈവിക സമാധാനം കിട്ടുന്നതാണ്. അത് വീട്ടിലില്ല. വീട്ടിൽ ഈ കുരുമുളക് ചാക്കിൻ്റെ കീഴിലും അതുപോലെ റബ്ബർ ഇതെല്ലാം ഇരിക്കുകയാണ്. അവിടെ ഒരു തട്ട് കെട്ട് കഴിയുമ്പോൾ അവർക്കൂടെ റബ്ബർ കൊണ്ടുപോകും, റബ്ബർ ഷീറ്റ് വല്ലതും എടുത്തുകൊണ്ട് പോകുമായിരിക്കും. പിന്നെ ഇപ്പുറത്തൊരു കൂട്ട് കേൾക്കുമ്പോഴത്തേനും ഓർക്കും, ചേട്ടാ അളമാരി ആരാണ്ട് തുറക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വേറെന്തെങ്കിലും കൂട്ട് കേൾക്കുമ്പോഴാ ആരും അറിയാതെ ഫ്രിഡ്ജിനകത്താണ് നമ്മുടെ മാല പറിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഫ്രിഡ്ജ് തുറന്നുകൊണ്ട് എടുത്തുകൊണ്ട് പോകുമോ, പച്ചക്കറിയാണെന്നും വല്ല വിചാരിച്ച് കൊണ്ടുപോകുമോ. അങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലർക്കും സത്യത്തിൽ വീട്ടിലിരുന്നാൽ എന്തില്ല, ഉറക്കമില്ല. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ഒന്നാമതെ ഞാനെല്ലാവരുടെയും നോക്കിയായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ നിങ്ങൾക്കറിയാം. കാരണം എന്താണ്, ഇത് മാല പറിക്കുന്നുണ്ടോ, ഇതൊക്കെ എല്ലാം മൊത്തം സുരക്ഷിതമാണ് നിങ്ങളുടെ. അത് മാത്രമല്ല ക്യാമറയും വെച്ചിട്ടുണ്ട് പലയിടത്തും. അപ്പം മൊത്തത്തിൽ പ്രിയമുള്ളവരെ സുരക്ഷിതരാണെന്ന് മനസ്സിലാകുന്നതോടുകൂടി, അതും ആളുകളുടെ മധ്യത്തിലാണ്, പൊട്ടിച്ചുകൊണ്ട് പോയാൽ അറിയാനും പറ്റും. ക്യാമറയും 4 സൈഡിലും വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ വളരെ സമാധാനം കിട്ടുന്ന പല മനുഷ്യരും 4:30 വരെ സുഖമായ ഉറക്കം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കരുത്. രാത്രി ഉറക്കം കാണുകയല്ലോ. അപ്പോൾ എന്തായാലും പ്രിയമുള്ളവരെ, സുവിശേഷം കേൾക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത വളരെ സ്വസ്ഥമായും ശാന്തമായും അവരിയ്ക്കുന്നു. എന്താണ്? ഇതാ വിശ്വാസം കേൾവിയിൽ നിന്ന്. വിശ്വാസം കേൾവിയിൽ നിന്ന്. ഇനി വേറൊരു പ്രശ്നം എന്താണ് പ്രിയമുള്ളവരെ, കേൾക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാവോ? അനുദപിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സുവിശേഷം കേട്ടാൽ സ്വീകരിക്കാൻ പറ്റൂ. അല്ലാത്തവർക്ക് പ്രിയമുള്ളവർ, സുവിശേഷം എന്ന് പറയുന്നതും യേശു എന്ന് പറയുന്നതും സുവിശേഷം പ്രസംഗിക്കുന്നവരും ഒരു അരോചക വസ്തുവാണ്. നമ്മളിങ്ങനെ ചിന്തിക്കും. ഞാൻ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നവരോട് ചില മനുഷ്യർക്ക് ഇത്രമാത്രം എതിർപ്പ് എന്താണ്? അവർ ചിലപ്പോൾ നമ്മളെ കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും. അങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവർക്ക് പോലും സുവിശേഷത്തോട് ഭയങ്കര എതിർപ്പാണ്. ഓ, അതെന്തോന്ന് പരിപാടി, അമ്മ കൊട്ടും പാട്ടും പ്രാർത്ഥനയും സുവിശേഷമായിട്ടിരിക്കുക. എന്താണ് ഇനി കാരണം? എന്താണെന്നറിയോ പ്രിയമുള്ളവരെ? ഘനീഭവിച്ച് കിടക്കുന്ന പാപങ്ങൾ അവരുടെ ഹൃദയത്തിലും അവരുടെ കുടുംബത്തിലുമുണ്ട്. അതിൻ്റെ കാരണം ഘനീഭവിച്ച് കിടക്കുന്ന, മാംസം ധരിച്ച് കിടക്കുന്ന കൽപ്പന ലംഘനങ്ങളും പാപങ്ങളും അവരുടെയും അവരുടെ കുടുംബത്തിലും ഘനീഭവിച്ച് കിടക്കുന്നതാണ് പ്രിയമുള്ളവരെ സുവിശേഷത്തോട് ഈ വിരക്തി. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണ്? യേശുവിനെ സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം അനുതാപപൂരിതമായൊരു മനസ്സിന് മാത്രമേ യേശുവിനെ ഉൾക്കൊള്ളാൻ സാധിക്കൂ. അല്ലാത്തവർക്ക് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മുടെ സഭയിലെ നല്ലൊരു വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി, ഞാൻ കോട്ടയത്ത് തിരുമേനിയുടെ കൂടെ ശമ്മാശനായിരിക്കുന്ന കാലത്ത് ഒരിക്കൽ അദ്ദേഹം ഒരു ബൈക്കിൽ അരമനെ കയറി വന്നു. തിരുമേനി ഉണ്ടോ ഇവിടെ? തിരുമേനി ഇവിടെ ഇല്ല, കേരളത്തിന് വെളിയിൽ പോയിരിക്കുക. എപ്പം വരുമെന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരാഴ്ച കഴിയും വരും. ഞങ്ങളുടെ പള്ളിയിലൊരു പ്രോഗ്രാം ഏറ്റിരുന്നു, വരാത്തതിൻ്റെ കാര്യം എന്താ? അന്നേരം ഞാൻ പറഞ്ഞ് അത്യാവശ്യമായിട്ട് പോയിരിക്കുക. ഞാൻ വിചാരിച്ച് ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ വിളിക്കാഞ്ഞിട്ടാണ്, അവന്നറിയാം വിവരം ഒന്നറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉവ്വ, എന്നാൽ പുള്ളി അങ്ങ് പോയി. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനായിട്ട് ഹൈറേഞ്ചിൽ വാളാടിപ്പള്ളിയിലിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഗേറ്റ് കിടന്ന് വന്നു. അന്നേരം ഈ നിവർന്നിരുന്ന നട്ടല് ശാലം കുനിഞ്ഞായിരിക്കുന്നു. കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വന്നത്? ജീവിതത്തിൽ എന്താണ് ഒരു സമാധാനവും സന്തോഷവും ഇല്ല, മൊത്തത്തിലൊരു പ്രയാസം. അപ്പം ഞാനവിടെ ഇരുത്തി പുള്ളിക്ക് സുവിശേഷം പറഞ്ഞു കൊടുത്തു. ഞാൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞ്, പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. പിതാവായ ദൈവത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യമായിട്ട് അങ്ങ് വിശദീകരിച്ചു. അന്നത് വിശദീകരിക്കാൻ അങ്ങ് തോന്നി, അതുകൊണ്ട് വിശദീകരിച്ചു. നിനക്കൊരപ്പനുണ്ട്, അതാണ് ഞാൻ വിശദീകരിച്ചത്. എന്നെക്കൊണ്ട് അന്നത്തെ കാലത്ത് എന്നെ കാണാനായിട്ട് ആരും വരാറില്ല, സുവിശേഷം കേൾക്കാനും ആരും വരാറില്ല. അവിടെ രാവിലെ ആകപ്പാടി ഒരു പരിപാടി എന്ന് പറയുന്നത്, രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പി അതിനകത്ത് കുടിക്കും, പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. അതിനുശേഷം പ്രിയമുള്ളവരെ കഞ്ഞി വെച്ച് കഴിക്കും. അതിനുശേഷം വീണ്ടും ഇതാ പള്ളിയിലെങ്ങാനും പോയിരിക്കും, ചെടി വെക്കും. അതുപോലെ അങ്ങനത്തെ പരിപാടികളൊക്കെയാണുള്ളത്. വേറെ സുവിശേഷം കേൾക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഒരുത്തനെ കൈ കിട്ടിയാൽ പിന്നെ അവനെ സുവിശേഷം പറഞ്ഞ് ശരിയാക്കുന്നു. അങ്ങനെ ഇരയെ പിടിക്കാൻ സിംഹ ഇരിക്കുന്ന പോലെ ഞാൻ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ പാർട്ടിയെ കിട്ടിയത്. ഞാൻ രാവിലെ 10 മണി മുതൽ 3 മണി വരെ സുവിശേഷം പറഞ്ഞു. ഇതിനിടയിൽ പുള്ളിക്ക് ചേന പുഴുങ്ങി കൊടുക്കുകയും ചെയ്യാം. പുള്ളി ചേന പുഴുങ്ങിയതൊക്കെ കഴിച്ചേച്ച് 3 മണി വരെ സുവിശേഷം കേട്ട്. ദൈവപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, അതിനുശേഷം ഞാൻ പറഞ്ഞു, ഈ കേട്ട സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് പള്ളിക്കകത്തിരുന്നു, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഞാൻ പോയി. പ്രിയമുള്ളവർ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പള്ളിക്കകത്തുനിന്ന് വലിയൊരു നിലവിളി കേട്ടു. ഞാൻ ഓടി വന്ന്, ഞാനും കൂടെയുള്ള പിള്ളേരും കൂടി ഓടി വന്ന് ഗ്ലാസ്സിനകത്തോടെ എത്തി വലിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് ഈ ചെറുപ്പക്കാരൻ കമന്ന് കിടന്ന് നിലവിളിക്കുന്നു. അപ്പം ഞങ്ങൾ ചെന്ന് ചോദിച്ചു എന്നാ പറ്റി? അന്നേരം എന്നോട് ഈ പുള്ളിക്കാരൻ പറയുകയാണ്. പുള്ളി അന്നേരം കുന്തക്കാലെ കുത്തിയിരിക്കുകയാണ്, എഴുന്നേറ്റ് മുഖത്തുനിന്നെല്ലാം കണ്ണുനീരിങ്ങനെ ഒഴിക്കുകയാണ്, മൂക്കിൽ കൂടി എല്ലാം ചാടിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഉടനെ എന്നോട് പറയാം, അച്ഛാ ദൈവം സ്നേഹമാണ്. ഞാൻ പറഞ്ഞു അത് തന്നെയല്ലേ രാവിലെ മുതൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു അതല്ല, ദൈവപിതാവ് സ്നേഹമാണ്. അപ്പം ഞാൻ പറഞ്ഞു ആ സ്നേഹമെങ്കിൽ സ്നേഹം. എഴുന്നേപ്പിച്ച് മുഖമൊക്കെ കഴുകിപ്പിച്ച് തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇനി പൊക്കോളാൻ പറഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ സെമിനാരിൽ പോയി പഠിച്ച് വൈദികനായി തിരിച്ചു വന്നു. ഇതാ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോൾ വിളിച്ചാലും ശുശ്രൂഷ ചെയ്യാൻ മടിയില്ലാത്തൊരു വൈദികനായി ആ വ്യക്തി മാറി. എപ്പോഴാണ് മാറിയത്? ദൈവത്തിന് വേണ്ടി മാറിയത് എപ്പോഴാണ്? പ്രിയമുള്ളവർ, ദൈവത്തെക്കുറിച്ച് കേട്ട് അനുതാപം എന്ന കൃപ വന്നപ്പോഴാണ് സുവിശേഷത്തെ വിശ്വസിക്കാൻ സാധിച്ചത്. സുവിശേഷത്തെ വിശ്വസിക്കാൻ സാധിച്ചതുകൊണ്ടാണ് ദൈവം ഭരിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചുള്ള ആകർഷണം തോന്നിയത്. അതുകൊണ്ട് ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള തോന്നൽ ഈ വ്യക്തിക്കുണ്ടായത് അപ്പോഴാണ്. കണ്ടോ? അതുപോലെ എത്രയോ ദൈവമക്കൾ തിരുവചനം കേട്ടപ്പോൾ സന്തോഷത്തോടെ തിരുവചനം സ്വീകരിച്ച എത്രയോ പേരാണ് പാപികളായ മനുഷ്യർ തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സത്യത്തിൽ വിമോചനം പ്രാപിച്ചിരിക്കുന്നു. ഓരോ ആഴ്ചയിലും ധ്യാനം കഴിഞ്ഞു പോകുമ്പോൾ ഈ ദേവാലയം കണ്ണുനീരുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിഷമങ്ങളോർത്ത് കരയുന്നതല്ല, മറിച്ച് തങ്ങളുടെ പാപങ്ങളോർത്ത് കരഞ്ഞ കണ്ണുനീര് വീണ് കുതിർന്ന സ്ഥലമാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എല്ലാ പള്ളിയിലും വെച്ച് തൈലാഭിഷേകം നടത്തിയാൽ എന്നാ രോഗം മാറുകയില്ലേ? ഞങ്ങളുടെ പള്ളി സുവിശേഷം നടത്തിയാൽ രോഗം മാറത്തില്ലേ? ഞങ്ങളുടെ പള്ളി വെച്ച് ശുശ്രൂഷ ചെയ്താൽ എന്നാ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കത്തില്ലേ? തീർച്ചയായിട്ടും പ്രവർത്തിക്കും. കാരണം ദൈവാത്മാവ് ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, ദൈവം വസിക്കേണ്ട ദൈവത്തിൻ്റെ ആലയത്തിൽ മുണ്ടും മടക്കി കുത്തി അവിടെ കിടന്ന് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യവും പറഞ്ഞ് ആ ദേവാലയത്തെ അപമാനിച്ചാൽ ആ ദേവാലയത്തിനകത്ത് ദൈവം ഉണ്ടാവില്ല. പ്രിയമുള്ളവർ, തമ്പുരാനുണ്ടാവില്ല. നമുക്കറിയാം, പരിശുദ്ധ പിതാക്കന്മാർ വന്നൊരു ദേവാലയം ആശീർവദിച്ച് മൂറോൻ അഭിഷേകം ചെയ്തും
എണ്ണ പൂശി പോകുന്നതിനാ? ഇതൊരാലയമാണ്. നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവത്തിന് ഇറങ്ങിയിരിക്കാൻ വേണ്ടി നമ്മളുണ്ടാക്കിയ ഭവനം. നമ്മളിപ്പോൾ ഒരു ദേവാലയം ഉണ്ടാക്കി. എന്തിനാണ് ഉണ്ടാക്കിയത്? പ്രിയമുള്ളവരെ, നമ്മുടെ അപ്പന് ഇറങ്ങി വന്ന് ഇവിടെ ഇരിക്കാൻ, നമ്മളെ കാണാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമായത്. ഞാനതുകൊണ്ടാണ് പലപ്പോഴും ദൈവജനത്തോട് ഉപദേശിക്കാറുണ്ട്, പള്ളിക്കകത്ത് ഇരുന്നുകൊണ്ട് വർത്തമാനം പറയല്ലേ. പള്ളിക്കകത്ത് നമ്മൾ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കരുത്, ഇങ്ങനൊന്നും ചെയ്യരുത്. ദേവാലയം വിശുദ്ധമാണ്. നമ്മൾ പാപികളായിരിക്കാം, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ബലഹീനത അതിന് പുറത്ത്. ദേവാലയം എന്ന് പറയുന്നത് വിശുദ്ധമായ സ്ഥലമാണ്. ആ സ്ഥലത്തെ നമ്മൾ മലിനമാക്കാൻ പാടില്ല. അവിടെ നമ്മുടെ അനാവശ്യ സ്വരങ്ങൾ ഉയരുത്. നാം നമ്മുടെ ദൈവത്തെ ഏതെല്ലാം രീതിയിൽ ആദരിക്കാമോ ആദരവ് മുഴുവൻ പ്രകടിപ്പിക്കേണ്ട സ്ഥലം ഞാനായിരിക്കുന്ന സ്ഥലത്തെ നമ്മുടെ ദേവാലയമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് കാണിക്കാൻ പറ്റുന്ന ബഹുമാനവും സ്നേഹവും മുഴുവൻ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ ദേവാലയത്തിലാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവർ, ദേവാലയത്തിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ ഞാൻ പലരും ശാസിക്കുന്നത്. ചിലർക്കത് ഇഷ്ടമല്ല. ചിലർ പറയും ഈ പുള്ളിക്ക് ഭയങ്കര നിയമമാണ്. പ്രിയമുള്ളവരെ, കാരണം ഇതാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഇതാ നമുക്ക് ദൈവം ഇറങ്ങി വന്ന് ഒരു വിശുദ്ധ സ്ഥലം നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ ദേവാലയമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, അനുതാപം എന്ന കൃപ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് ദൈവവചനം കേൾക്കുമ്പോഴാണ്. എന്നാൽ നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ തിരുവചനം കേട്ടിട്ട്, അല്ലെ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചിട്ട്, വചനം കേട്ടിട്ട് അനുഗ്രഹം പ്രാപിച്ച പലരെയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വിളിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ശൗലെന്ന് പറയുന്ന രാജാവ്. ശൗലെന്ന് പറയുന്ന മനുഷ്യനെ ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ പ്രിയമുള്ളവരെ, യോഗ്യനായിട്ടൊന്നും വിളിച്ചതല്ല. നമ്മളെയൊക്കെ പോലെ തന്നെ യോഗ്യതയുള്ളത് കൊണ്ടല്ല ദൈവം നമ്മളെ മക്കളാക്കിയത്. മാമോദീസ തൊട്ടിയിൽ നമ്മളെ മുക്കിപ്പൊക്കിയെടുത്തത് നാം യോഗ്യനായതുകൊണ്ടല്ല, ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഓർക്കണം, പരിശുദ്ധ സഭയിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ മാത്രം അഭിഷേകം ചെയ്യുന്നതും, പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്യുന്നതും, കൂദാശ ചെയ്യുന്നതും, ഒരു മെത്രാപ്പോലീത്തായിക്ക് മാത്രം മറ്റൊരു കുപ്പിയിൽ നിന്ന് മറ്റൊരു കുപ്പിയിലേക്ക് പകരാൻ സാധിക്കുന്നതും, ഒരു പുരോഹിതന് മാത്രം കൈകൊണ്ടെടുക്കാൻ പറ്റുന്നതുമായ ഒരു കുപ്പിയാണ് മൂറോൻ കുപ്പി എന്ന് പറയുന്നത്. ആ എണ്ണ, മൂറോൻ അഭിഷേകം, ഒരു ക്രിസ്ത്യാനിയുടെ നെറ്റിയിലും അവൻ്റെ ശരീരത്തിലുമാണ് തേച്ച് പുരട്ടുന്നത്. അങ്ങനെ അവനെ അഭിഷേകം ചെയ്ത് സഭയാക്കി വെക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, ശൗലെന്ന് പറയുന്ന മനുഷ്യനെ ഇതാ സാമുവേൽ എന്ന് പറയുന്ന ന്യായാധിപൻ വിളിച്ചു, തെരഞ്ഞെടുത്തു. അവൻ്റെ ആകാരവടിവോ അവൻ്റെ രൂപമോ നോക്കിയിട്ടല്ല തിരഞ്ഞെടുത്തത്. ദൈവം അവനെ സ്നേഹിച്ചതുകൊണ്ടാണ്. തിരഞ്ഞെടുത്ത് സാമുവേൽ അവൻ്റെ തലയിലേക്ക് എണ്ണയൊഴിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിനെ ആ സാമുവേലിനെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ, അവന് കിട്ടിയിരിക്കുന്ന പാരമ്പര്യമനുസരിച്ച്, അവനറിയാവുന്ന ആധ്യാത്മിക വെച്ചുകൊണ്ട് ശൗലെന്ന് പറയുന്ന മനുഷ്യനെ സാമുവേൽ എന്ന് പറയുന്ന ആ പ്രവാചകൻ അഭിഷേകം ചെയ്ത് ശക്തനായി തീർന്നു. ശൗലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ ശക്തനായി തീർന്ന് കഴിഞ്ഞപ്പോൾ, അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ, കൃപ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? പ്രിയമുള്ളവരെ, അവൻ ദൈവത്തെ മറന്നു. ദൈവകൃപയെ മറന്നു. അവസാനം അവൻ എന്ത് ചെയ്യുന്നറിയാവോ? സാമുവേൽ പോലും വരാൻ കാത്തിരിക്കാതെ, തൻ്റെ മേൽ അഭിഷേകം ചെയ്ത സാമുവേൽ പോലും വരാൻ കാത്തിരിക്കാതെ ഒരു രാജാവ് ഇതാ ബലിക്ക് പോലും തയ്യാറായി. സാമുവേലിനെ നോക്കിയിരിക്കുന്നവൻ അവൻ ബലി അർപ്പിച്ചു. അവസാനം ശൗലെന്ന് പറയുന്ന രാജാവ് ദൈവത്താൽ തിരസ്കൃതനായി തീർന്നു. കണ്ടോ? പിന്നീട് കാണുന്നത് നമ്മൾ ഓർക്കണം, അശുദ്ധാത്മാവ് ബാധിച്ച്, ദൈവകൃപ നഷ്ടപ്പെട്ടിട്ട് അശുദ്ധാത്മാവ് ബാധിച്ച് ഒരു ഭ്രാന്തനെ പോലെ നിലവിളിക്കുന്ന മനുഷ്യനായി തീർന്നു ശൗലെന്ന് പറയുന്ന മനുഷ്യൻ. അവസാനം
ദാവീദ് വന്നിരുന്ന് അഭിഷേകത്തോടുകൂടി പാട്ട് പാടിയപ്പോഴാണ് ശൗലിൻ്റെ ദേഹത്തു നിന്നുള്ള മുതുപിശാച് ഇറങ്ങിപ്പോയത്. ഇതുപോലെ പ്രിയമുള്ളവരെ, ഒരു ക്രിസ്ത്യാനിയായി മാമോദീസ തൊട്ടിയിൽ നിന്ന് അഭിഷേകം സ്വീകരിച്ച് കൃപ പ്രാപിച്ച് ആ കൃപയുടെ അനന്തരഫലമായി ഈ അറിവും ഈ കഴിവും ഈ പ്രാപ്തിയും എല്ലാം ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നമുക്ക് സ്വായത്തമായതാണ്. നമ്മുടെ സ്വന്തമല്ലിത്. എന്തിനാ ദൈവം ഒരു ക്രിസ്ത്യാനിയുടെ കയ്യിൽ നൽകിയത്? ഒരു ക്രൈസ്തവൻ്റെ കയ്യിൽ ഇത് നൽകിയാൽ അതാ രാജ്യത്തിനും സമൂഹത്തിനും പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ്. ക്രൈസ്തവർക്ക് ദേവാലയങ്ങൾ, പള്ളിക്കൂടങ്ങൾ, കോളേജുകൾ, ആശുപത്രികൾ എല്ലാം തമ്പുരാൻ നൽകിയത് എന്തിനാണെന്നറിയോ? സുവിശേഷത്തിൻ്റെ വെളിച്ചം ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയാണ്. സുവിശേഷത്തിൻ്റെ വെളിച്ചം ലോകത്തിന് കൊടുക്കാൻ വേണ്ടി ദൈവം നൽകിയതാണ് നമുക്കിന്നുള്ളതെല്ലാം. യേശു പറഞ്ഞു, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ഇന്നലത്തെ ഒരു പത്രത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നൊരു വാക്ക് കാണാനിടയായി. വീടുകളില്ലാത്ത ഭവനരഹിതരെ മാപ്പ്. ഭവനരഹിതരെ മാപ്പ്. നമുക്ക് ദൈവം നല്ല ഭവനങ്ങൾ നൽകിയപ്പോൾ അതില്ലാത്ത എത്രയോ മനുഷ്യർ അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥന. അപ്പം നമ്മളോർക്കുക, നമുക്കൊക്കെ എത്രയോ വലിയ ദൗത്യമുണ്ട്. അപ്പം ശൗലെന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തെ മറന്ന്, ഇതുപോലെ ക്രിസ്ത്യാനികൾ പലരും ക്രിസ്തുവിനെ മറന്നു, ബൈബിള് മറന്നു, സുവിശേഷം മറന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ തലമുറയിലെ ക്രിസ്ത്യാനികൾ അശുദ്ധാത്മാവ് ബാധിച്ച് ഇതാ പേയിളകിയതുപോലെ സ്വന്തം ജീവിതം ഇതാ രക്ഷയ്ക്കുതകാത്ത രീതിയിൽ വിനിയോഗിക്കുന്നു. മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ, പള്ളിക്കടന്ന് അടിപിടി, അതുപോലെ ആക്രമണങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ദേവാലയം എന്തിനാണെന്ന് പോലും അറിയാത്ത മനുഷ്യർ. പ്രിയമുള്ളവരെ, ഞാനിതിനെല്ലാം എതിരായിട്ട് പ്രസംഗിക്കുക മാത്രമല്ല, ഇങ്ങനൊരവസരം വന്നാൽ ഞാനത് ഇതിനെതിരായി സംസാരിക്കും. പ്രിയമുള്ളവരെ, ലോകം നമ്മളെ പുച്ഛിക്കുമ്പോഴും പുറന്തള്ളുമ്പോഴും അപഹസിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഓർക്കുക, അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയാണെങ്കിൽ ഒരു ഭാഗ്യമാണ്. നിൻ്റെ സ്വർഗരാജ്യ അനുഭവം ഇതാ സ്വർഗത്തിൽ നിൻ്റെ നിക്ഷേപം വർദ്ധിച്ചിരിക്കുന്നു. ഇതുപോലെ ഒരു ക്രിസ്ത്യാനിയായി നീ ജീവിക്കാൻ ഇറങ്ങിത്തിരിച്ചോ, ഒന്നും പേടിക്കണ്ട. നിൻ്റെ ചുറ്റുപാടുകൾ നിന്നെ ആക്ഷേപിക്കും, ബന്ധുമിത്രാദികൾ നിന്നെ ആക്ഷേപിക്കും, പലതും നിനക്ക് സംഭവിച്ചെന്നിരിക്കാം. ഭയപ്പെടരുത്. യേശു ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നീ ക്രൈസ്തവനായി ജീവിക്കുക. അപ്പോൾ ഈ കാലഘട്ടം പ്രിയമുള്ളവരെ ജീവിക്കാനുള്ള കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇതാ അനുതാപമില്ലാത്ത ശൗലെന്ന് പറയുന്ന മനുഷ്യൻ ഒരു പേപ്പട്ടിയെ പോലെ ഇതാ ജീവിച്ചു മരിച്ച്, ഹൃദയം കഠിനമായി പോയി. അതിനുശേഷം ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടായി, രാജാവുണ്ടായി. ദാവീദ് എന്ത് ചെയ്തു? എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ, സമ്പത്തുണ്ടായി, വിദ്യാഭ്യാസമുണ്ടായി, മക്കൾ വലുതായി, എല്ലാം നന്നായി എന്ന് കണ്ടപ്പോൾ ദാവീദ് പാളം തെറ്റി വീണ ദാവീദിൻ്റെ മുമ്പിൽ ചെന്ന്, പ്രിയമുള്ളവരെ, നാഥാൻ പ്രവാചകൻ പറഞ്ഞു, നീ ആ പാപിയാണ്. ദാവീദ് പൊട്ടിക്കരഞ്ഞ് അവൻ്റെ ഹൃദയത്തിൽ കനീഭവിച്ച പാപം മുഴുവനും ഒറ്റയടിക്ക് ഒരൊറ്റയാളുടെ വാക്കുകൊണ്ട് അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പാപം മുഴുവനും ദൈവതിരുസന്നിധി സമർപ്പിച്ചു. അതുകൊണ്ട് അവൻ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി. അപ്പോൾ ഓർക്കണം, സുവിശേഷം സ്വീകരിക്കാൻ സജ്ജമായ ഒരു നിഷ്കളങ്ക മനസ്സുണ്ടായതുകൊണ്ടാണ് ദാവീദിനെ ദൈവം രാജാവാക്കി ഉയർത്തിപ്പിടിച്ചത്. ഇനി നിങ്ങൾ നോക്കിക്കേ, യൂദാസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിൻ്റെ കൂടെ നടന്ന് മുഴുവൻ സുവിശേഷവും കേട്ടയാളാണ്, മുഴുവൻ അപ്പോസ്തല പ്രവൃത്തിയുടെയും പങ്കാളിയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ അവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് പകരം ക്രിസ്തുവിനെ വെച്ച് നേട്ടമുണ്ടാക്കാൻ നോക്കി. എന്തു സംഭവിച്ചു? അവൻ്റെ ഹൃദയം കഠിനമായി. അവസാനം പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ വിറ്റ് പണമുണ്ടാക്കിയ യൂദാസ്, ക്രിസ്തുവിനെ ഉപയോഗിച്ച് ഇതാ നേട്ടങ്ങളുണ്ടാക്കിയ യൂദാസ് അവസാനം പ്രിയമുള്ളവരെ നേടിയതെല്ലാം നഷ്ടപ്പെടുത്തി ഒരു കയറെ കിടന്ന് തൂങ്ങുന്ന അവസ്ഥയാണ് കണ്ടത്. ഇന്ന്
പല ക്രൈസ്തവരുടെ അവസ്ഥ ഇതാണ്. കെട്ടിപ്പൊക്കിയതെല്ലാം സാക്ഷ്യം നഷ്ടപ്പെട്ട് കയറിലാടുന്ന കാഴ്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനേകം വർഷങ്ങൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ദേവാലയങ്ങൾ ഇന്ന് പ്രിയമുള്ളവരെ ഇതാ ജീവനില്ലാതെ കയറിൽ തൂങ്ങിയാടുന്നു. മദ്യഷാപ്പുകളായിട്ട്, അതുപോലെ ബാറുകളായിട്ട്, അതുപോലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളായിട്ട്, അതുപോലെ മറ്റു പലതുമായിട്ട് തൂങ്ങി ആടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെങ്കിൽ ക്രിസ്തുവിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ പാശ്ചാത്യ രാജ്യത്ത് എന്തെല്ലാം സംഭവിച്ചോ അതെല്ലാം ഭാരതമണ്ണിൽ സംഭവിക്കും. ഇന്ന് ഈ ദേവാലയത്തിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന ആളുകളൊന്നും നാളെ ഉണ്ടാവണം നിർബന്ധമില്ല. ഇന്ന് പണിതുയർത്തുന്ന ദേവാലയങ്ങളിൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാവണം നിർബന്ധമില്ല. ഇന്ന് മാതാപിതാക്കന്മാർ ചെവി എന്നുള്ളണം. എൻ്റെ കുഞ്ഞ് നാളെ ഈ ദേവാലയത്തിൽ ഈ വിശ്വാസത്തിന് വേണ്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ വിശ്വാസത്തെ ഇന്ന് കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം.